ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അങ്കിൾ ഒരു പട്ടാളക്കാരനല്ലേ? അങ്കിളിനെ പേടി ബാധിക്കില്ലല്ലോ. അങ്കിൾ ഒരു സംരക്ഷകനായി അവർക്കിടയിൽ നിന്നാ മതി. അവരൊന്നിച്ചങ്ങ് ജീവിച്ചോളും. എനിക്കത് ഉറപ്പാ. എല്ലാം അറിഞ്ഞിരുന്നിട്ടും തനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നുണ്ടല്ലോ. നിത്യയുടെ തെറ്റിദ്ധാരണ. അങ്കിൾ, നിത്യയുടെ മുമ്പിൽ ജീവൻ നല്ലവനാ. എനിക്ക് നേരായിട്ടൊന്ന് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. എല്ലാം കൂടി കുഴഞ്ഞിങ്ങനെ ചെളിയിൽ താണു പോണ പോലെ. ഒക്കെ ഭഗവാൻ മാറ്റിത്തരും മോളെ. അമ്മ അങ്ങനെയാ വിശ്വസിക്കുന്നത്. മുഖംമൂടിയിട്ടവരാരും ഒരുപാട് കാലം പിടിച്ചു നിന്നിട്ടില്ല. അതഴിഞ്ഞു വീഴുക തന്നെ ചെയ്യും. അതെത്രയും പെട്ടെന്നാകട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ അമ്മയ്ക്കുള്ളൂ. നമ്മള് വീട്ടിൽ നിന്ന് പോന്നിട്ട് കുറെ സമയമായി. അതിനിടയില് ഞാൻ കുറെ കാര്യങ്ങൾ സംസാരിച്ചു. അതിനൊക്കെ താനൊന്നും മൂള് മാത്രമാണ് ചെയ്തത്. താനൊന്നും മനസ്സ് തുറക്കടോ. എന്താണ് പ്രോബ്ലം? വീണയുടെ കാര്യമാണോ? സ്വത്തിനെ കുറിച്ച് അവളുണ്ടാക്കുന്ന ഇഷ്യൂ ആണോ പ്രശ്നം? അതൊരിക്കലും എന്നെ ബാധിക്കില്ല. വീണ ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതൊന്നും അല്ലല്ലോ. അവകാശങ്ങൾ ചോദിച്ചു തുടങ്ങുമ്പോൾ എന്നെ ആട്ടി പുറത്താക്കുകയും ചെയ്യും. അമ്മാവന്റെ കയ്യിൽ പണമുണ്ട്. അമ്മാവനെ സംബന്ധിച്ച് അമ്മാവനത് എനിക്കും കല്യാണിക്കും വേണ്ടി കരുതി വച്ചിരിക്കുന്നത്. ഞാനൊരിക്കലും അത് ആഗ്രഹിച്ചിട്ടില്ല. ഇനിയൊട്ട് ആഗ്രഹിക്കാനും പോകുന്നില്ല. വീണ എനിക്കൊരു പ്രശ്നമാവുന്നത് അവള് കല്യാണിയോട് കരുതിക്കൂട്ടി അടുക്കാൻ ശ്രമിക്കുമ്പോഴാണ്. അതൊരു അമ്മയുടെ സ്നേഹമായിരുന്നെങ്കിൽ ഞാനത് അനുവദിച്ചു കൊടുത്തേനെ. അതൊരു കുഞ്ഞിന്റെ അവകാശമല്ലേ? പക്ഷേ വീണയെ സംബന്ധിച്ചിടത്തോളം അവളുടെ മുന്നിലുള്ളവരെല്ലാം അവളുടെ നേട്ടത്തിന് വേണ്ടിയുള്ളൊരു ടൂള് മാത്രമാണ്. പണത്തിനോടൊന്നല്ലാതെ വേറൊന്നിനോടും ആരോടും അവൾക്കൊരു സ്നേഹമില്ല. ഓക്കേ, എങ്കിൽ പിന്നെ അത് അമ്മാവന്റെ തീരുമാനത്തിന് വിട്. പിന്നെ ഹരി, എനിക്ക് ഈ കാര്യത്തിൽ ഏതായാലും നമ്മൾ സംസാരിക്കാൻ വേണ്ടി വന്നതല്ലേ. ഞാൻ ചില കാര്യങ്ങളും കൂടി പറയാം. എനിക്കും നിത്യയ്ക്കും ഇടയിലുണ്ടായ സ്നേഹബന്ധം ഇപ്പോ ജീവന്റെ മുന്നിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹ നാടകം, അതിനൊക്കെ ഒരു അവസാനമാവേണ്ട സമയമായി. ഹരി പറയുന്നത് അങ്കിൾ, നമുക്കൊക്കെ സ്വപ്നങ്ങൾ ഒരുപാടുണ്ടാവും. പക്ഷേ നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യം അത് വളരെ ക്രൂരമായിരിക്കും. ചിലപ്പോ അറിഞ്ഞോ അറിയാതെയോ നമ്മളത് സ്വീകരിക്കേണ്ടിയും വരും. ആന്റി എപ്പോഴും പ്രതീക്ഷിക്കുന്നത് ജീവനിൽ നിന്നും നിത്യയെ വേർപെടുത്തണമെന്ന്. എന്നിട്ട് നിത്യ എന്നെ ഒന്നിച്ചു ചേർക്കാമെന്ന്. അതൊന്നും ഒരിക്കലും നടക്കില്ല. വൈ ഹരി? അസാധ്യമായതൊന്നുമില്ലെന്ന് ഞാൻ ചെറുപ്പത്തിൽ വായിച്ച് പഠിച്ചിട്ടുണ്ട്. നെപ്പോളിയൻ പറഞ്ഞത്. പക്ഷേ അസാധ്യമായ ചിലതുണ്ട്, ചില കൂടിച്ചേരലുകൾ. എന്റെയും നിത്യയുടെയും കാര്യം അതാ.
നിയമപരമായി നിത്യ ജീവന്റെ ഭാര്യയാണ്. ജീവനെയും നിത്യയെ ഒന്നിച്ചു ചേർക്കാൻ സുജാത ആന്റി പേടിക്കുന്നുമുണ്ട്. പക്ഷേ അങ്കിൾ ഒരു പട്ടാളക്കാരനല്ലേ? അങ്കിളിനെ പേടി ബാധിക്കില്ലല്ലോ. അങ്കിൾ ഒരു സംരക്ഷകനായി അവർക്കിടയിൽ നിന്നാ മതി. അവരൊന്നിച്ചങ്ങ് ജീവിച്ചോളും. എനിക്കത് ഉറപ്പാ. എല്ലാം അറിഞ്ഞിരുന്നിട്ടും തനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നുണ്ടല്ലോ. നിത്യയുടെ തെറ്റിദ്ധാരണ. അങ്കിൾ, നിത്യയുടെ മുമ്പിൽ ജീവൻ നല്ലവന്. നമ്മൾ കാണുന്ന പല കുടുംബ ബന്ധങ്ങളും അങ്ങനെ തന്നെയാ. ഭർത്താവ് ഭാര്യയുടെ മുന്നിൽ വേറൊരാളാ. നാട്ടുകാർക്കിടയിലോ തന്റെ ജോലി സ്ഥലത്തോ കാണിക്കുന്നൊന്നും ഒരാൾ അയാളുടെ ഭാര്യയുടെ മുന്നിൽ കാണിക്കണമെന്നില്ല. നാട്ടുകാര് മുഴുവൻ കുഴപ്പക്കാരനാണെന്ന് പറയുന്ന ഒരാള് അയാളുടെ ഭാര്യയ്ക്ക് മുന്നിൽ പെർഫെക്റ്റ് ഹസ്ബൻഡ് ആയിരിക്കും. എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. എന്നെ വിട്ടേക്കങ്ങളെ. നിത്യ ജീവൻ നല്ലവനാണെന്ന് പറയാൻ തുടങ്ങിയ ഓരോ നിമിഷവും നിത്യ എന്റെ മനസ്സിൽ നിന്ന് ഓരോ ചുവട് വെച്ച് ഇറങ്ങിപ്പൊയ്ക്കൊണ്ടിരിക്കുക. എനിക്കതിന്റെ വേദനയൊക്കെയുണ്ട്. പക്ഷെ ഞാനത് സഹിച്ചല്ലേ പറ്റൂ. എന്റെ ജീവിതം മൊത്തത്തില് ചില വിട്ടുകൊടുക്കല. അമ്മാവന് വേണ്ടി, വീണയ്ക്ക് വേണ്ടി, എന്റെ മോൾക്ക് വേണ്ടി. അത് അങ്ങനെ പോട്ടെ. ഞാൻ ചാവുന്ന പോലെ. ഹരി, നമുക്ക് പരസ്പരം സംസാരിക്കാനുള്ളത് തീർന്നു എന്നാ ഞാൻ കരുതുന്നത്. ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാൻ പറ്റില്ല അങ്കിളെ. പറഞ്ഞ അങ്കിള് നേരത്തെ പറഞ്ഞ ആ ചങ്കൂറ്റക്കാരനില്ലേ, എല്ലാം നേടുന്നവൻ, ചിലപ്പോ വാവിട്ട് നിലവിളിച്ചു പോവും. അത്രയ്ക്ക് കുത്തി കൊള്ളുന്നുണ്ട് നെഞ്ചിൽ. ഹരി വല്ലാത്ത അസ്വസ്ഥതയിലാണ്. അയാൾ എല്ലാത്തിൽ നിന്നും പിന്മാറിക്കഴിഞ്ഞു. അതിന്റെ കാരണം നിത്യയാണ്. രഘുവേട്ടൻ ഒന്ന് ആലോചിച്ചു നോക്കിയേ. നമ്മളോട് പറയാത്ത കാര്യങ്ങൾ പോലും നിത്യ ഹരിയോട് പറയും. ജീവൻ അവളുടെ മുൻപിൽ നല്ലവനായി ചമയുന്ന ഓരോ കാര്യങ്ങളും അവൾ ഹരിയുടെ മുമ്പിൽ വിശദീകരിക്കും. എടോ, ഇതിലിപ്പോ നമ്മൾ ആരെ കുറ്റപ്പെടുത്താ? നിത്യയെ തന്നെ. അവൾക്കിപ്പോ നമ്മളെയൊന്നും വിശ്വാസമില്ലല്ലോ. ജീവൻ പറയുന്നതും ജീവൻ കാണിക്കുന്നതും ഒക്കെയല്ലേ അവൾക്ക് കാര്യം.